ഹായ് ഹലോ എവരിവൺ. ഇന്ന് പറയാൻ പോകുന്ന പിഗ്മാലിയൻ എഫക്റ്റിനെ കുറിച്ചാണ്. അതായത് ടീച്ചേഴ്സിന് അതുപോലെ പാരൻസിന് കുട്ടികളെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ് കൂടുമ്പോൾ അവരുടെ പെർഫോമൻസ് ലെവൽ കൂടുന്നു എന്നുള്ളതാണ് പിഗ്മാലിയൻ എഫക്റ്റ് പറയുന്നത്. അത് 2 ക്ലാസ് റൂം നമുക്ക് പരിഗണിച്ചാൽ, ഒരു ക്ലാസ് റൂമിലെ ടീച്ചർ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും വിജയിക്കാൻ കഴിയുമെന്നും ഉള്ള എക്സ്പെക്റ്റേഷൻ വയ്ക്കുമ്പോൾ ആ കുട്ടികൾ കൂടുതലായി എക്സ്പെക്റ്റേഷൻ വയ്ക്കുക മാത്രമല്ല, അതിനോടൊപ്പം അവർക്ക് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ കെയർ ചെയ്യുന്നു എന്നുള്ളത് തോന്നുകയും ചെയ്യുന്ന സമയത്ത് ആ ക്ലാസ്സിലെ കുട്ടികൾ കൂടുതലായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് കാണാം. അതേപോലെ മറ്റു ചില ക്ലാസ്സിലെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ മറ്റ് ടീച്ചേഴ്സ് കുട്ടികളിൽ അധികം എക്സ്പെക്റ്റേഷൻ വയ്ക്കുക, ഒരു ലോ എക്സ്പെക്റ്റേഷൻ കുട്ടികളെക്കുറിച്ചുള്ള അധ്യാപകരുള്ള ക്ലാസ് റൂമുകളിൽ ആ കുട്ടികൾ അവരുടെ കൂടുതലായിട്ടുള്ള കഴിവുകളെ പുറത്തെടുക്കാൻ ശ്രമിക്കില്ല. അതായത് അവർക്ക് കഴിവുണ്ടെങ്കിൽ തന്നെ അവർ പുഷ് ചെയ്യില്ല, അവർ റിസ്ക് എടുക്കില്ല. അതായത് ലോ എക്സ്പെക്റ്റേഷനാണ്, ടീച്ചർക്ക് ലോ എക്സ്പെക്റ്റേഷനാണ്, ഇതുപോലെ തന്നെ പാരൻസിന് ലോ എക്സ്പെക്റ്റേഷനാണ് എങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യില്ല, റിസ്ക് എടുക്കുകയോ അവർ മുന്നിലേക്ക് പോകാൻ ശ്രമിക്കുകയോ ചെയ്യില്ല. ഇതിനെയാണ് ഹൈ എക്സ്പെക്റ്റേഷൻ ഹൈ അച്ചീവ്മെൻറ്റ് എന്നുള്ളത് പിഗ്മാലിയൻ എഫക്റ്റ് എന്നും, അതുപോലെ ലോ എക്സ്പെക്റ്റേഷൻ ലോ അച്ചീവ്മെൻറ്റ് എന്നുള്ളതിന് നമ്മൾ പറയുന്നത് ഗോളം എഫക്റ്റ് എന്നുമാണ്. ഗോളം എഫക്റ്റ്. അപ്പോൾ ഇതിൽ ഈ രണ്ടും ശരിക്കും നമ്മളുടെ ഒരു ബെസ്റ്റ് ക്ലാസ് റൂം അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം കൾച്ചർ മാറ്റിയെടുക്കുന്നതിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു പിഗ്മാലിയൻ എഫക്റ്റ് ഉള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ഒരു ടീച്ചർ തീർച്ചയായിട്ടും പിഗ്മാലിയൻ എഫക്റ്റ് ക്ലാസ് റൂമിൽ കൊണ്ടുവരാനും കുട്ടികളെ ഇംപ്രൂവ് ചെയ്യാനും ശ്രമിക്കും. അതേസമയം ലോ എക്സ്പെക്റ്റേഷനുള്ള ടീച്ചറുടെ ക്ലാസ്സിലെ കുട്ടികളും ലോ എക്സ്പെക്റ്റേഷൻ മാത്രമേ അവരുടെ കയ്യിൽ അവരെക്കുറിച്ച് തന്നെ ഉണ്ടാവുള്ളൂ, അവരെക്കുറിച്ച് അവർക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവില്ല, സെൽഫ് വാല്യൂയിങ് ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ക്ലാസ് റൂമുകൾ കുട്ടികളുടെ വാല്യൂ, ഐ ആം വാല്യൂഡ്, എനിക്ക് മൂല്യമുണ്ട് എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് മാറണമെങ്കിൽ ടീച്ചേഴ്സ് അതുപോലെ അവരെക്കുറിച്ച് ഹൈ എക്സ്പെക്റ്റേഷൻസ് വെക്കണം. ഇതുപോലെ തന്നെ പാരൻസും പലപ്പോഴും പാരൻസുമായിട്ടും ഒക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ നെഗറ്റീവ്സിനെയാണ് അല്ലെങ്കിൽ കുട്ടികളിലുള്ള ചില കുറവുകളെ മാത്രമാണ് കണ്ടെത്തി പറയുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അത് ആ കുട്ടിയെ കുറേ പിന്നിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് എല്ലാ രക്ഷിതാക്കളും അതുപോലെ ടീച്ചേഴ്സും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ശരിക്കും വരുന്നത് ഗ്രീക്ക് മിത്തിൽ നിന്നാണ് ഈ പിഗ്മാലിയൻ എഫക്റ്റ് എന്നുള്ള ഒരു പോയിന്റ് വരുന്നത്. അതായത് സൈക്കോളജിയിൽ ഇത് 1968 ഉള്ളൊരു പഠനമാണ്. അതായത് ആദ്യം കുട്ടികളെ നൽകുകയും ടീച്ചേഴ്സിനോട് ഇൻഫോം ചെയ്യുകയാണ്, ഇവർ ഹൈലി ബ്രൈറ്റ് ആണ് അല്ലെങ്കിൽ ഹൈലി ഇൻ്റലക്ച്വൽ ആണ് ഇത്രയും കുട്ടികളെന്ന് പറഞ്ഞ് ടീച്ചേഴ്സിന് കൊടുക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, ഈ എക്സ്പെക്റ്റേഷൻ, അതായത് ഇവർ ഇൻ്റലക്ച്വലി ഹൈ ആണെന്ന് പറഞ്ഞ കുട്ടികൾക്ക് അവർ കൂടുതൽ ചലഞ്ചസ് കൊടുക്കുകയും അത് കൂടുതൽ എഫക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ആ പഠനത്തിൽ നിന്നാണ് ശരിക്കും പിഗ്മാലിയൻ എഫക്റ്റ് എന്നുള്ളത് വന്നിട്ടുള്ളത്. പക്ഷേ പിഗ്മാലിയൻ എന്നുള്ള വേർഡ് വരുന്നത് ശരിക്കും ഗ്രീക്ക് മിത്തോളജി എന്നാണ്. അവിടെ ഒരു സ്കൾപ്റ്റർ അദ്ദേഹത്തിൻ്റെ ശില്പത്തോട് അത്രയധികം സ്നേഹം കാണിക്കുന്ന, അത്രയും ലവ് അദ്ദേഹത്തിന് ആ ശില്പത്തോടുണ്ടാകുന്ന ആ ഒരു ഇതാണ് ശരിക്കും പിഗ്മാലിയൻ എന്നുള്ള വാക്ക് വരുന്നത്. പക്ഷേ അതിനെക്കുറിച്ചൊരു 1968 നടത്തിയ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് പിഗ്മാലിയൻ എഫക്റ്റ് എന്നുള്ളൊരു പേരിൽ സൈക്കോളജിയിൽ അതൊരു പ്രത്യേക സ്ട്രാറ്റജി ആയിട്ട് കണ്ടെത്തിയിട്ടുള്ളത്.